പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. മറ്റൊരു സാക്ഷ്യം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. തൃശ്ശൂർ നിന്ന് ട്രീസ് ചുമാർ എന്ന ഒരു സഹോദരി എഴുതിയ കഥാണിത്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ട്രീസ് ചുമാർ, എൻ്റെ ഭർത്താവിന് 2018 ഡിസംബർ 28 ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. എല്ലാ മാസവും നൈറ്റ് വിജിലിൽ പങ്കെടുത്തിരുന്ന ഞാൻ ജനുവരിയിലെ നൈറ്റ് വിജിലിൽ എൻ്റെ നിയോഗം പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. ഇത് പറഞ്ഞ അർത്ഥം, അതികഠിനമായ ആക്സിഡൻ്റ് ആയിരുന്നു. ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കഠിനമായ ഒരു ആക്സിഡൻറ്റ്. 15-ാം ദിവസം ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശ്വാസതടസ്സം മാറ്റി. ജീവൻ തിരിച്ചു കിട്ടി. അദ്ദേഹത്തെ 20 ദിവസത്തിന് ശേഷം ICUവിലേക്ക് മാറ്റി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വലതുവശം തളർന്നു പോയിരുന്നു. ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയുകയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഫെബ്രുവരിയിലെ നൈറ്റ് വിജിലിൽ ആശുപത്രി മുറിയിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് അച്ഛൻ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മേൽ കൈകൾ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുവരെയും മറ്റുള്ളവരുടെ സഹായത്തോടെ എഴുന്നേറ്റിരുന്ന ആൾ സ്വയം എഴുന്നേറ്റിരിക്കുവാനും പിന്നീട് നടക്കുവാനും തുടങ്ങി. തുടർന്നുള്ള നൈറ്റ് വിജിലുകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് ഫലമായി ഇന്ന് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവിന് കോടാനുകോടി നന്ദി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അതിനർത്ഥം ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയിരുന്നു. പ്രാർത്ഥന കേട്ട് ജീവൻ തിരിച്ചു നൽകി ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമൊക്കെ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയോ ഇതിനേക്കാൾ കഠിനമായോ രോഗത്തിലൂടെയോ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ഈ രാത്രിയിൽ നമ്മുടെ കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നു. രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി കർത്താവിനെ വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം ഉണരട്ടെ. ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന, കർത്താവേ മഹത്വം, ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ എന്നും സ്തുതി നിനക്ക്, രക്ഷിക്കുന്ന ദൈവമേ എന്നും എന്നും സ്തുതി നിനക്ക്. ജീവിക്കുന്ന ദൈവമേ എന്നും സ്തുതി നിനക്ക്, രക്ഷിക്കുന്ന ദൈവമേ എന്നും എന്നും സ്തുതി നിനക്ക്. ജീവിക്കുന്ന ദൈവമേ എന്നും സ്തുതി നിനക്ക്, രക്ഷിക്കുന്ന ദൈവമേ എന്നും എന്നും സ്തുതി നിനക്ക്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയങ്ങളിൽ ഡൊമിനിക് സാവിയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ള ഒരു ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ തുറവിയുണ്ടാവുക, ദൈവാനുഗ്രഹം ലഭിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രി ആരാധനയിൽ എനിക്കറിയാം ഒരുപാട് ദൂരെ നിന്നെല്ലാം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ സ്തുതി ആരാധനയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ നല്ല ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുക. ഞാൻ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈശോയെ എന്താണ് അവിടുന്ന് സംസാരിക്കുന്നത്? ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ അങ്ങയുടെ മക്കൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ അവിടുന്ന് ഒരു വചനം തരണമേ എന്ന ആഗ്രഹത്തോടെ ഞാൻ വിശുദ്ധ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൈവവചനം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ്. പ്രതിമയെ ആരാധിക്കുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട ഏതാനും ചെറുപ്പക്കാർ, 3 ചെറുപ്പക്കാർ, രാജാവിൻ്റെ കൽപ്പനയേക്കാൾ ഉപരിയായി അവർ
ദൈവത്തിന് മാത്രമേ ആരാധന കൊടുക്കുകയുള്ളൂ എന്നതിൻ്റെ പേരിൽ ഏറെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വചനഭാഗമാണ് എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാത്തതിൻ്റെ നൊമ്പരങ്ങളുമായിട്ടായിരിക്കാം നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഹല്ലേലൂയ. വലതുപേരും ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ആ ചെറുപ്പക്കാർ പറഞ്ഞ വചനമാണ്, ദാനിയേൽ പ്രവചനത്തിന്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞ തിരുവചനമാണ് പരിശുദ്ധാത്മാവ് ഈ രാത്രി സന്ദേശമായി നൽകുന്നത്. എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്നുള്ള വലിയ വിശ്വാസം ഈ രാത്രിയിൽ ഈ ആരാധന ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അഥവാ രക്ഷിച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം ഞങ്ങളുടെ ഭാവി നന്മയ്ക്കായി മാറ്റുമെന്നുള്ള വലിയൊരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമുക്ക് ജീവിതത്തെ കൊടുക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ എരിയുന്ന തീച്ചുള്ളിയുടെ നടുവിലൂടെ ആയിരിക്കാം, മധ്യയായിരിക്കാം നമ്മളായിരിക്കുക. നമുക്ക് 7 വ്യാകുലങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് ഈ സായനത്തിൽ ചോദിക്കാം. മറിയമേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയത്തോട് ചേർന്നും അമ്മയോട് ചേർന്ന് ഈ സ്തുതി ആരാധനയിൽ നമുക്ക് പ്രവേശിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് വണങ്ങാം. അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ചോദിക്കാം. ഈരടികളോട് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥ സഹായം ചോദിച്ചുകൊണ്ട് ഈ ആരാധന അഭിഷേകമായി മാറുവാൻ പ്രിയരെ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ആരാധിക്കണം. ഓരോരുത്തരും വ്യക്തിപരമായി ആരാധിക്കണം. നമ്മളിരിക്കുന്ന കസേര നമ്മൾ നോക്കണ്ട, അടുത്തിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളാകെ ശ്രദ്ധിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ വേണ്ടി എരിയുന്ന തീച്ചൂളിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ പക്കലേക്ക്, അത് 7 വ്യാകുലങ്ങളിലൂടെ തീച്ചൂട് അനുഭവത്തോടെ കടന്നുപോയ പരിശുദ്ധ മറിയം ദൈവത്തെ ആരാധിച്ചതുപോലെ നമ്മുടെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കാം. കണ്ണുകളടച്ച് ആവേ മരിയ, ആവേ പരിശുദ്ധ മറിയത്തെ നമുക്ക് വിളിക്കാം. ആവേ മരിയ, ഞങ്ങളോട് ചേരാമോ? ആവേ മരിയ, വാ തുറന്ന് പാടാമോ? ആവേ മരിയ, ആവേ മരിയ, കാനായിൽ ചെയ്തതുപോലെ ആവേ മരിയ. അമ്മയെ സഹായിക്കണം. ഈ രാത്രിയിൽ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കണം. ഈശോയെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മീയ പീഡകൾ വിട്ട് മാറട്ടെ. ശാരീരിക തളർച്ചകള്, മനപ്പീഡകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരങ്ങളൊന്ന് ഉയർത്താമോ? കരങ്ങളൊന്ന് വീശാമോ? മറിയത്തെ ഒന്ന് ക്ഷണിക്കാം. ആവേ മരിയ, ആവേ മരിയ, ഈശോയ്ക്കൊന്ന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. മരിയ, മറിയത്തോട് ചേർന്ന് കർത്താവിനെ നമുക്ക് പ്രകീർത്തിക്കാം. ഇരുകരങ്ങളും ഉയർത്തി കണ്ണുകൾ അടച്ച് സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവേ, പ്ലീസ് ദയവായി ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാമോ? എന്റെ യേശുവേ, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാം. യേശുവേ, നല്ല ആരാധന ഉയരട്ടെ. ഹൃദയത്തിൽ നിന്നും ആരാധന ഉയരട്ടെ. കരങ്ങൾ താത്തി കണ്ണുകൾ അടച്ച് ഈ രാത്രി ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാം. പ്രിയരെ, യേശു കർത്താവാണ് എന്ന് നമ്മുടെ അധരം കൊണ്ട് നാം ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന്
ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് തുറന്നുള്ള സമയം നല്ല പോലെ നമ്മൾ പാട്ട് പാടി, ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ആരാധനയിൽ ഹൃദയപൂർവ്വം ചേരണം. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്, കൂടാരം മുഴുവനുമുണ്ട്. ഈ രടികളോട് ചേർന്നുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ, അവിടുന്നാണ് എൻ്റെ പാലകൻ. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തില് 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ദൈവമായ കർത്താവിൽ ഞാൻ സന്തോഷിക്കും. കലമാന്റെ കാലുകൾക്ക് എന്നതുപോലെ അവിടുന്ന് എനിക്ക് വേഗത നൽകും. ഉന്നതങ്ങളിലൂടെ അവിടെ നമ്മളെ വഴി നടത്തും. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് രക്ഷകനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കസേരയിൽ ഒന്ന് ഉയർന്നിരിക്കാമോ? ഒന്ന് ഉയർന്നിരിക്കാം. കണ്ണുകളടച്ച് യേശുവിന്റെ രക്ഷകനാണ്, യേശുവിന്റെ പാലകനാണ്. എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. ആരാധിക്കാം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും അന്മയിൽ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എൻ്റെ രക്ഷകൻ, പാലകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. ചേർന്ന് പാടാമോ? നീ എൻ്റെ രക്ഷകൻ, അതിനെ തുറന്ന് പാടാമോ? നീ എൻ്റെ പാലകൻ, അഭയസ്ഥാനം. നീ എനിക്കഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സഹായമായ, എൻ്റെ അഭയസ്ഥാനമായ രക്ഷകനായ കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാം. സ്തുതിക്കാമോ? സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തുതി ഉയരട്ടെ. ആരാധന എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ആരാധന. എൻ്റെ രക്ഷകനായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഓ എൻ്റെ അഭയസ്ഥാനമേ, അഭയശിലയെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നന്മകളെ ഓർത്തു പാടാമോ? നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും സത്യമായും ആനന്ദഗാനങ്ങൾ അതെ, പാടി ഞാൻ ആശ്വസിക്കും. ചെറുപ്പക്കാർ ആരാധിച്ചതുപോലെ ആകുലനേരത്തും സങ്കടങ്ങളുടെ മധ്യേയും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. കരങ്ങളൊന്ന് ഉയർത്താമോ? പാടാമോ? നീറിടും വേളയിൽ യേശുവേ, നീ എനിക്കേകിടും
ആവർത്തിച്ച് പാടാമോ? നീറിടും വേളയിൽ നീ എനിക്കേകിടും പാടാമോ? നീരുറവാ. ഹൃദയം തുറന്നു പാടാമോ? നീറിടും വേളയിൽ ശിവേ, നീ എനിക്കേകിടും ആരാധിക്ക പ്രിയരെ, നന്മയിൽ എല്ലാ ഭാരങ്ങളെയും ഉയർത്തി. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. സ്വർഗത്തിൽ വസിക്കുന്നവനെ ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ, ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, എല്ലാവരും പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങിയവനെ ഒന്ന് ആരാധിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഒന്ന് ഹൃദയം തുറന്ന് പാടിക്കേ. ഹല്ലേലൂയ, ദൈവമഹത്വം. ഹല്ലേലൂയ, കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞവനെ ഉദ്ധാനം ചെയ്ത് ഞങ്ങളുടെ മധ്യേ ഓ ആരാധിക്കാം. ഹല്ലേലൂയ, അതരം തുറന്ന് ഹല്ലേലൂയ, മടി കൂടാതെ സ്തുതിക്കാമോ? അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്നില്ല. കുടുംബങ്ങളിലുള്ളവർ ആരാധിക്കട്ടെ. ഷാലോൺ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. കുടുംബങ്ങളിലും തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ. ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ഇറങ്ങിയതുപോലെ സകല കുടുംബങ്ങളുടെ പേരും ഈ നിമിഷം ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കും മക്കളെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ഇരുകരങ്ങളെയും അവന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി നമ്മുടേതായ ഭാഷയിൽ യേശുവിനെ ഒന്ന് സ്തുതിക്കാം. മാലാഖമാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മടിക്കരുതേ. സമൂഹം സ്തുതിക്കാമോ? യേശുവിന്റെ നാമത്തെ വിളിക്കാൻ ലജ്ജിക്കരുതേ. നമ്മുടെ രക്ഷാനാമത്തെ വിളിക്കണമേ. അവൻ എവിടെയുണ്ട്? അതേ, നമ്മുടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. തന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ദൈവം, എരിയുന്ന തീച്ചൂളയിൽ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം ഈ 2019 ഇവിടെ ഈ നൈറ്റ് വിജിൽ ഹാളില് ഷാലോൺ ടെലിവിഷന്റെ മുമ്പിൽ വചനം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാമോ? ഈശ്വരാധന, ഈശ്വരാധന, ഈശ്വരാധന. ചങ്കുപൊട്ടി വിളിക്കാമോ? കർത്താവേ, നാഥനേ, ചേർന്ന് പാടാമോ? യേശുവേ, യേശുവേ, രക്ഷക, രക്ഷക, കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷക, കർത്താവേ, നാഥനേ. വീണ്ടും കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. നമ്മുടെ രക്ഷകൻ, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഏക ദൈവം സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ, ജീവിതത്തിലെ പലതരത്തിലുള്ള കുടുക്കിൽപ്പെട്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യര്, സാമ്പത്തിക കടക്കെണിയിൽപ്പെട്ട് ഉഴലുന്ന ധാരാളം മക്കള്, രോഗത്തെ ഭയപ്പെടുന്നവര്, മക്കളുടെ ഭാവിയെ ഓർത്ത് വിലപിക്കുന്നവര്,
സുരക്ഷിതരെന്ന് വിചാരിച്ചവർ പോലും സുരക്ഷിത സങ്കേതം വിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എന്നാൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടില്ല. സൈന്യങ്ങളുടെ ദൈവം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എനിക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരും. സ്വർഗത്തിലെ സഹായത്തിന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിങ്ങൾ അറിയാത്തവൻ നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത സാഗരെ ഘോരമാമലകൾ അടിക്കടി ഉയർന്നിടുമ്പോ ഭയപ്പെടേണ്ട കുഞ്ഞേ. ഈ വരികളോടൊന്ന് ചേരാമോ? ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി പാടാമോ? ഈ വരികളൊന്നോട് പാടാമോ? ജീവിത സാഗരെ ഘോരമാമലകൾ അടിക്കടി ഉയർന്നിടുമ്പോ നീയാണ് ഏക ആശ്രയം. ഈശോയോടൊന്ന് പറയാമോ? ആ കരങ്ങൾ ഉയർത്താമോ? കർത്താവിന്റെ കരങ്ങളൊന്ന് പിടിക്കാമോ? കർത്താവിലെപ്പോഴും അതെ, സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. ആരാധിക്കുന്ന ഹൃദയങ്ങളിൽ കർത്താവിന് സന്തോഷം നിറയുന്നു. ഒന്ന് ഹൃദയം ഉയർത്തി പാടാമോ? നീരിടും വേളയിൽ, നീരിടും വേളയിൽ നീ എനിക്ക് പാടാമോ? വാ തുറന്ന് പാടാമോ? നീരിടും വേളയിൽ കണ്ണുകൾ അടയ്ക്കാമോ? എനിക്കിടും തന്മയിൽ നീരുറവാ. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാമോ? നീരിടും വേളയിൽ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ആത്മാവേ, നിന്റെ മക്കളിതാ നിന്നെ ആരാധിക്കുന്നു. വിദൂരങ്ങളിൽ നിന്നും കടന്നു വന്നവർ ആരാധന, 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 കരങ്ങളൊന്ന് വീശി ആരാധിക്കാം. ആരാധന, ആരാധന, പാടുന്നു, ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ചേർത്ത് പാടാമോ? ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മരിച്ചവനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. അവനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ. നിൽക്കുന്ന സ്ഥലം മറക്കുക, ദൈവ സാന്നിധ്യത്തിലേക്ക് ചേരുക, ഹൃദയം മുഴുവനും ഉയർത്തുക. ഹല്ലേലൂയ. എല്ലാവരും ഒരു മനസ്സോടെ മുഴുവൻ ഹൃദയത്തോടെ ദൈവ സാന്നിധ്യം ഒരു കൂടാരം പോലെ ശലോമോന്റെ ഓഡിറ്റോറിയത്തിൽ നിറയുന്നു. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തേക്ക് തന്റെ കൃപയുടെ വാതിൽ തുറക്കുന്നു. ശബരം ബലബി, ക്ഷീരം ബലബീറോ, സബരം ബലബി. മറുഭാഷയില് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ ആരാധിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുക. ഇതാ 10,000 ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നും തന്റെ കരങ്ങൾ ഭൂമിയിൽ തന്റെ മക്കളെ ആരാധിക്കുന്ന മക്കളുടെ മക്കളെ കർത്താവ് നീട്ടുന്ന സമയം
ആരാധിക്കാമോ? മണി കൂടാതെ ഒന്ന് ആരാധിക്കാമോ? യേശുവിനെ വിളിക്കാമോ പ്രിയരെ? അതെ, നമ്മുടെ മധ്യേ നിൽക്കുന്ന കർത്താവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ, എന്നേശുവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ പ്രീതി തോന്നണമേ. യേശുവേ, യേശുവേ, എന്നേശുവേ, യേശുവേ, എന്നേശുവേ. ഇരുകരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി ഒന്ന് ശ്രദ്ധിക്കാമോ? എല്ലാവരും സ്വയം പറഞ്ഞ് ആരാധിക്കാം. സ്വയം പറഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഓ, ഭാരതീയ ശക്തികളുടെ കെട്ടുകൾ അഴിയട്ടെ. ദൈവത്തിന്റെ കരബലം പ്രകടമാവട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ. അങ്ങ് വലിയവനാണ്, അങ്ങ് വലിയവനാണ്. അനുതാപത്തോടെ ആരാധിക്കാമോ? അനുതാപത്തോടെ ആരാധിക്കാമോ? കർത്താവേ, ഞാൻ പൊടിയും ചാരവുമാണ്, ഞാൻ പാപിയാണ്. പത്രോസ് പറഞ്ഞതുപോലെ പ്രിയരേ, ഞാൻ പാപിയാണ് കർത്താവേ. നീ എന്നെ ഒന്ന് രക്ഷിക്കണമേ, നീ എന്നെ ഒന്ന് സഹായിക്കണമേ. അവിടുന്ന് നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് എന്നോട് കരുണ കാണിക്കും. നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ, മക്കളിൽ പാടാമോ? കരം നീട്ടണമേ, പാടിക്കേ. കരം നീട്ടണമേ, കരം നീട്ടണമേ, മക്കളിൽ കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ, മക്കളിൽ. ദാനിയേലിന്റെ ദൈവത്തെ പ്രിയരെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, ദാനിയേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞേ. അവനെ സ്തുതിക്കാൻ മടി കാണിക്കരുതെന്ന് പറ. പ്രിയപ്പെട്ട മനോഹരമായ ഒരു ഗാനോട് പാടി. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ നന്മകളാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ചിലരുടെയെല്ലാം കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. ചിലരുടെയും ജീവിതങ്ങള് നിരാശയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക മക്കളുടെ കാര്യത്തെക്കുറിച്ച്. എന്നാൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ദൈവമായ കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഈ സമയം നമുക്ക് കർത്താവിനോട് ചേർന്ന് മനോഹരമായ ഈ ഗാനം പാടി എണ്ണിയാൽ തീരാത്ത നന്മകൾ നൽകിയ ദൈവത്തെ നമുക്ക് ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പുഞ്ചിരിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം ഒന്ന് നോക്കി, പരസ്പരം ഒന്ന് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. കൈയിലടിക്കാമോ? പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. പുറകിലുള്ളവരെ, പുറകിലുള്ളവരെ ആരാധിക്കാം. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ, സത്യമല്ലേ? വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. ആ വരികളോടൊന്ന് ചേരാമോ? പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ, കൃപയേ, വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ, കൃപയേ, വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഒന്ന് ആടിപ്പാടി പരിശുദ്ധാത്മാവിൽ നമുക്കൊന്ന് ആനന്ദിക്കാം. ഹല്ലേലൂയ,
എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് വീശുകേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി കൈയടിക്കാമോ? ശക്തമായി കൈയടിച്ചോ. രണ്ട് സൈഡിലും കരമടിക്കാമോ? കോടിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കടുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ എത്രയോ പ്രാവശ്യം എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഇരു സൈഡിലും കരമടിക്കാമോ? ആനന്ദത്തോടെ പരസ്പരം പുഞ്ചിരി കൊടുത്തോണ്ട്, പരസ്പരം പുഞ്ചിരിയോടെ, വലിയ സ്വാതന്ത്ര്യത്തോടെ, ആന്തരിക സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കണം സന്തോഷത്തോടെ. ഇരു കരങ്ങളും ശക്തമായി അടിച്ച് കരങ്ങൾ ഉയർത്തി അടിക്കാമോ? കൂരിരുട്ടാഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. ആഴിതൻ ആഴങ്ങളിൽ കരം പിടിച്ച് എന്നെ ഉയർത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എന്റെ പ്രാണപ്രിയനെ, എനിക്ക് വേണ്ടി ചങ്കുകുത്തി തുറന്നവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞാൻ അങ്ങേ ആരാധിക്കും. പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ ചോരയാ എന്നെയും വീണ്ടെടുത്തു. അടച്ച് യേശുവിനെ കണ്ടുകൊണ്ട് പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ ചോരയാ എന്നെയും വീണ്ടെടുത്തു. എന്നെ ഏറ്റവും അമൂല്യനായി കാണുന്ന എൻ്റെ പൊന്നു കർത്താവിനെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ പാടാം. പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ ചോര
എന്നെയും വീണ്ടെടുത്തു. തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുക്കുവാൻ തിരുമനസ്സായ കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഞാൻ ഉത്കണ്ഠപ്പെടുന്നത്? ആ കർത്താവിൻ്റെ സർവശക്തമായ സ്നേഹമുള്ള തിരുക്കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാടാം. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണ്ടെടുത്തു. കൊടുത്തുകൊണ്ട് ശാന്തമായി ആരാധിക്കാം. യേശുവേ നന്ദി കർത്താവേ, ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് അസീസിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വന്തമായി ഇരിക്കാം. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു ദൈവപുത്രനാണ്. ആരാണ് യേശു? പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവപുത്രനായ യേശു എന്തുകൊണ്ടാണ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുവിൻ്റെ വരവിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവം ആരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ. അതുവരെ ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് അപൂർണമായ, തെറ്റായ, വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. ദൈവം അങ്ങ് അകലെയുള്ളവനാണ്. തൻ്റെ സുഖവാസ കേന്ദ്രമായ സ്വർഗത്തിൽ മാലാഖമാരുടെ സ്തുതികളൊക്കെ സ്വീകരിച്ച് അങ്ങനെ വാഴുന്നവൻ. ആ ദൈവത്തിന് മനുഷ്യരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ആ ദൈവത്തിനൊരു താല്പര്യവുമില്ല. ആ ദൈവം ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ തെറ്റായ പ്രവൃത്തികൾ, അതുപോലെ മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ. ഒരു ബൈനോക്കുലർ വെച്ച് ഒരു മനുഷ്യൻ ദൂരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് പോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നാണ് കഴിഞ്ഞ നാളുകളിൽ യേശുവിൻ്റെ വരവിന് മുമ്പ് മനുഷ്യർക്കുണ്ടായ ഒരു ചിത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോട് പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 1:22 ഇപ്രകാരം പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവം നമ്മോട് കൂടെ. ആരാണ് ദൈവം? ദൈവം കൂടെയുള്ളവനാണ്. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖേന കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇതെല്ലാം എന്ന് പറഞ്ഞതാണ് യേശു ഭൂമിയിലേക്ക് അവതരിച്ചത്, മനുഷ്യനായി അവതരിച്ചത്. ദൈവം അകലെയുള്ള ഒരു ദൈവമല്ല എന്ന് എന്നെയും നിങ്ങളെയും ഈ നാളുകളിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമല്ല പറയുന്നത്. ഈ നാളുകളിൽ ദൈവം പറയാണ്, മകനെ, ദൈവം നിന്റെ കൂടെയുള്ള ദൈവമാണ്. മകളെ, ദൈവം നിന്റെ കൂടെയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവം നമ്മുടെ ഭൂമിയിൽ അവതരിച്ചിട്ടും നമ്മുടെ കൂടെ വസിച്ചിട്ടും നമുക്ക് ഇപ്പോഴും തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. എന്താണത്? എന്താ? ദൈവം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ കൂടെയുള്ളൂ. നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിശുദ്ധ കുർബാനയിൽ പള്ളിയിൽ പോയി സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്. പക്ഷേ മറ്റുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം എൻ്റെ കൂടെയില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് അബദ്ധ ചിന്തയാണ്. ഈയിടയ്ക്ക് വീഡിയോയിൽ, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് എപ്പോഴും കൂടെയുള്ള യേശുവിനെ കുറിച്ചാണ്. ഒരു ചെറുപ്പക്കാരൻ ജീപ്പിൽ, അവന് സീറ്റ് കിട്ടിയില്ല, ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യും. അപ്പോൾ തൂങ്ങി ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഞാൻ കൈവിട്ട് താഴെ വീഴുമോ എന്നൊരു പേടിയുണ്ട്. അവൻ്റെ ആ പേടി മനസ്സിലാക്കി യേശു എന്ത് ചെയ്യുന്നു? അവൻ്റെ കൂടെ ആ ജീപ്പിന്റെ ചവിട്ടുപടിയിൽ അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു യുവതി ലേബർ റൂമിലാണ്, പ്രസവിക്കുവാനുള്ള സമയമായി. അവൾക്ക് വലിയൊരു ഉത്കണ്ഠയുണ്ട്. എൻ്റെ പ്രസവം അത് സുഖകരമാകുമോ, സുരക്ഷിതമായിരിക്കുമോ, അപകടമുണ്ടാകുമോ, കുഞ്ഞിന് അപകടമുണ്ടാകുമോ? ഈ രീതിയിലുള്ള ഉത്കണ്ഠയും ഭയവും അവളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ആ സഹോദരിയുടെ, ആ യുവതിയുടെ, ആ മകളുടെ അടുത്ത് യേശു നിൽക്കുകയാണ്. അവളുടെ ഉത്കണ്ഠ മനസ്സിലാക്കി. അതാണ് യേശു, അതാണ് ഇമ്മാനുവേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മാർക്കറ്റിൽ പോവുകയാണ് പച്ചക്കറി വാങ്ങുവാനായിട്ട്. അയാൾ പച്ചക്കറി വാങ്ങുമ്പോൾ യേശു അയാളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇമ്മാനുവേൽ. ഹല്ലേലൂയ. 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 ഒരു മനുഷ്യൻ അയാളുടെ കൃഷിയിടത്തിലെ പറമ്പിലെ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അയാളുടെ തൊട്ടടുത്ത് തൂമ്പാ കൊണ്ട് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു. ഒരു വീട്ടമ്മ വീട്ടില് അടുക്കളയില് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് യേശു ഉണ്ട്. ഒരു മനുഷ്യൻ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അയാളുടെ അടുത്ത്, അയാളുടെ സീറ്റിന് തൊട്ടടുത്ത് യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശു ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇമ്മാനുവേലായ യേശുവിനെ കണ്ടുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാം, യേശു ഇമ്മാനുവേലാണ്. യേശു എൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഇപ്രകാരം ഇമ്മാനുവേലാണ്, കൂടെയുണ്ട്. പക്ഷേ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് അധ്യായത്തിലാണ്? തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പ്രകാരമാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുവിൻ. ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അതല്ല പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ് പൗലോസ്ലീഹയിലൂടെ വെളിപ്പെടുത്തിയത്. നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന് സാധിക്കുന്നില്ല. എന്താ അതിന് കാരണം? നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. നമ്മൾ ഒരാൾ യാത്ര പോകുമ്പോൾ നമ്മൾ എന്താ പറയുക? എന്താ ആശംസ പറയുന്നത്? വിഷ് യു എ ഹാപ്പി ജേർണി. വിഷ് യു എ ഹാപ്പി ജേർണി. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ സന്തോഷമില്ല. ഒരു മനുഷ്യൻ യാത്ര ചെയ്യാൻ പോവുകയാണ്, കയ്യിൽ വലിയൊരു ബാഗുണ്ട്. ബസ്സിൽ കയറി, അയാൾക്ക് സീറ്റ് കിട്ടി അയാൾ ഇരിക്കുകയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലുള്ള ഈ വലിയ ബാഗ് താഴെ വയ്ക്കാതെ അയാളുടെ തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ചിരിക്കുന്നുണ്ട്.
ഇത് കണ്ടാൽ നമ്മളെന്ത് പറയും? ഇത് വളരെ അപ്സൈഡാണ്, ഇത് വലിയൊരു മണ്ടത്തരമാണ്, ഇയാൾ ചെയ്യുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ്, ഇതിൻ്റെ ആവശ്യമില്ല. യാത്ര ചെയ്യുന്ന ബസ്സിൽ തലയിൽ ഈ ബാഗ് വെച്ചുകൊണ്ടിരുന്നു കൊണ്ട് കൂടുതലൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ഒരു മണ്ടത്തരമാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതയാത്രയിൽ ഈ വലിയ ബാഗ്, ഭാണ്ഡക്കെട്ട്, നമ്മുടെ ജീവിത ഭാരങ്ങൾ നമ്മുടെ തലയിൽ തന്നെ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം. ഒരു മനുഷ്യന് ബാങ്കിൽ നിന്ന് 1 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കുവാനായിട്ട് മാസം 5-8 ലക്ഷം രൂപ വേണം. അത് കണ്ടെത്തുവാൻ സാധിക്കാതെ അയാൾ വ്യഗ്രതപ്പെടുന്നു. ഇത് അയാളുടെ മനസ്സിൽ, അയാളുടെ തലയിൽ പേർന്നൊരു ഭാണ്ഡമാണ്. അയാൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു കുടുംബത്തിൽ മക്കളെ പഠിപ്പിച്ചു, 2 പേരെയും പഠിപ്പിച്ചു, പക്ഷേ 2 പേർക്കും ജോലിയായിട്ടില്ല. അനേക നാളുകളായി അന്വേഷിക്കുന്നു, പക്ഷേ എന്ത് കിട്ടിയിട്ടില്ല? ജോലി കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഈ ഭാരം, ഈ ബാഗ് തലയിൽ ചുമന്നു നടക്കുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ഉത്കണ്ഠപ്പെടുകയാണ്. ഒരു വീട്ടില് മകളുടെ കല്യാണം ആലോചിക്കുകയാണ്. അനേക മാസങ്ങളായി കല്യാണം ആലോചിക്കുന്നു, അനേക ആലോചനകൾ വരുന്നു, പക്ഷേ ശരിയായ ഒരു ആലോചന വരുന്നില്ല. അപ്പൻ്റെയും അമ്മയുടെയും തലയിൽ വലിയൊരു ഭാണ്ഡമിരിക്കുകയാണ്. മകളുടെ ഭാവി എന്തായിരിക്കും? ഏത് വീട്ടിലേക്കാണ് ഇവളെ പറഞ്ഞു വിടുക? എങ്ങനെയാണ് കല്യാണം നടത്തുക? ഇതിൻ്റെ ഒരു വ്യഗ്രത അവരുടെ മനസ്സിലുണ്ട്, അവരുടെ തലയിലുണ്ട്. സന്തോഷിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഒരാൾക്ക് ആഗ്രഹമുണ്ട്, നല്ലൊരു വീട് പണിയണം, പക്ഷേ അനേക നാളുകളായി ആഗ്രഹിച്ചിട്ടും വീട് പണിയുവാൻ പറ്റുന്നില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാരം അയാളുടെ തലയിലുള്ളത് കൊണ്ട് അയാൾക്കൊരിക്കലും സന്തോഷിക്കുവാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഈ രീതിയിലുള്ള ഭാണ്ഡക്കെട്ടുകൾ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ, ജീവിതയാത്ര തുടരുവാൻ യേശു ഒരു കാലത്തും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ. ശബ്ദം പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. എവിടെയാണ് ഭാരം? തലയിൽ ഭാരമുണ്ട്. ആ ഭാരം എവിടെയുണ്ട്? മനസ്സിലുമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഭാരങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക്, യേശുവിൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കുക. യേശു നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഇത് നിങ്ങളുടെ തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, 29-ാം വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ എന്ത് തരാം? നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ഞാൻ എൻ്റെ ചുമലിൽ ഏറ്റെടുക്കാം. എനിക്കിത് നിസ്സാരമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള സമാധാനം, എൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷം, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ ആശ്വാസം ഞാൻ നിങ്ങൾക്ക് തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. ഈ ഉത്കണ്ഠ, ജീവിത വ്യഗ്രത നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്നുവെന്ന് ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഓരോരുത്തരോടും പറയുകയാണ്. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലുണ്ട്. പത്രോസ്ലീഹായിലൂടെ ദൈവം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്ത് ചെയ്യണം? നിങ്ങളുടെ തലയിൽ ചുമക്കാതെ ദൈവത്തെ ഏൽപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവത്തെ ഏൽപ്പിക്കുവാനുള്ള കാരണം? എന്താണ്? അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ചങ്കിലെ ചോര കൊണ്ട് ദൈവം നിങ്ങളെ രക്ഷിച്ചുവെങ്കിൽ, ആ ദൈവത്തിന് നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ മകനെ കുറിച്ച്, നിന്റെ മകളുടെ കല്യാണത്തെക്കുറിച്ച്, നിന്റെ കൃഷിയെക്കുറിച്ച്, നിന്റെ വരുമാനത്തെക്കുറിച്ച് താല്പര്യമുണ്ട്. നിന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ദൈവ കരങ്ങളിലേക്ക് കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ. കണ്ണുകൾ അടച്ച് യേശുവിനെ ഒരിക്കൽ കൂടെ കാണാം. കർത്താവ് കൂടെയുള്ള ദൈവമാണ്. അങ്ങ് അകലെ നിന്ന് മനുഷ്യനെ നോക്കി അവൻ്റെ പ്രശ്നങ്ങൾ കണ്ട് രസിക്കുന്നൊരു ദൈവമല്ല, അവൻ്റെ തെറ്റുകളെ കണ്ട് വിലയിരുത്തുന്നൊരു ദൈവമല്ല.
അവനോട് കൂടെ അവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ദൈവം, നമ്മോട് കൂടെയുള്ള ദൈവം, ഇമ്മാനുവേലായ ദൈവം, ആ കർത്താവിൻ്റെ സ്നേഹമുള്ള കരങ്ങളിലേക്ക്, അവിടുത്തെ ചുമലുകളിലേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം സമർപ്പിക്കാം. ഒരുപക്ഷേ അത് നമ്മുടെ വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം, കൃഷിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം. കൃഷിയൊക്കെ നശിച്ചുപോയി, കർത്താവെ ഞാനെങ്ങനെ ജീവിക്കും, എൻ്റെ മക്കൾക്ക് വേറെ വരുമാനമില്ല. വരുമാനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ സമർപ്പിക്കാം. മക്കൾക്ക് ജോലിയില്ലാത്തതിൻ്റെ ഉത്കണ്ഠ ഹൃദയത്തിലുണ്ട് എങ്കിൽ, തലയിലുണ്ട് എങ്കിൽ അത് കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് അത് കർത്താവിന് കൊടുക്കാം. നിന്റെ കാര്യത്തിൽ, നിന്റെ മകളുടെ കാര്യത്തിൽ, മകൻ്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. കർത്താവ് നിനക്ക് ജോലി തരും, മകൻ്റെ ജോലി കർത്താവ് വാങ്ങിത്തരും, മകളുടെ കല്യാണം കർത്താവ് നടത്തിത്തരും, കർത്താവ് നിനക്ക് വീട് പണിതു തരും. ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് കടന്നു വരണമേ, എൻ്റെ ഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളെയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ സ്വതന്ത്രനാക്കണമേ, കർത്താവെ എന്നെ രക്ഷിക്കണമേ, കർത്താവെ ഞാൻ ഭാരങ്ങളുടെ അടിയിൽ കിടന്ന് ഞെരുങ്ങുന്നു, കർത്താവെ എനിക്ക് സ്വാതന്ത്ര്യം നൽകണമേ, അങ്ങയുടെ സമാധാനത്താൽ ആശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കൂട്ടിനവനെന്നും കൂടെയുണ്ട്, എന്നും കർത്താവ് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കർത്താവ് കൂട്ടുകാരനാണ്. ഊരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കീർത്തകൻ പറയുന്നത് പോലെ താളിയായിട്ടൻ കൂടെയുണ്ട്. ഏറ്റവും ഇരുട്ടുള്ള താഴ്വരയിൽ നടന്നാലും കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, എൻ്റെ ദൈവം കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ആഴിയൻ ആഴത്തിൽ കൂടെയുണ്ട്, ഞാൻ എത്ര അഗാധത്തിലാണെങ്കിലും ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ ആകാശം പോലെ ഉയർന്നാലും ആഴിയിൻ ആഴത്തിൽ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും ഏകനല്ല. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യ നേരത്തൻ കൂടെയുണ്ട്, എൻ്റെ ആവശ്യം ആശ്വാസദായകൻ കൂടെയുണ്ട്. അവിടുന്നാണ് എൻ്റെ ആശ്വാസം. ആവശ്യ നേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്, കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. ഇരുകരങ്ങളും വളരെ ശാന്തമായ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. കരങ്ങൾ ഉയർത്തുന്നത് ഒരു പ്രതീകമാണ്, അടയാളമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനി മുതൽ അവിടുന്നാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് വളരെ സന്തോഷകരമായൊരു യാത്ര അത് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ബാഗ് വയ്ക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ മണ്ടത്തരം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ കർത്താവെ, ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ വലിയൊരു മണ്ടത്തരമാണ് ചെയ്യുന്നത്. അങ്ങയുടെ പക്കലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു, ഭാരങ്ങളെ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ഭാരങ്ങളും എണ്ണി എണ്ണി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വലിയ സന്തോഷം അനുഭവിച്ചറിയാം. സ്വതന്ത്രമായി കർത്താവിനെ ആരാധിക്കാം. സ്വതന്ത്രമായി നമുക്ക്
കർത്താവിനെ സ്തുതിക്കാം. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ശക്തമായി കർത്താവിനെ മഹത്വപ്പെടുത്താം. മനസ്സിൽ വലിയ ഒരു വേദന, മരണകരമായ രീതിയിലുള്ളൊരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വേദന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ വലിയൊരു ആശ്വാസം നൽകുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നു. ഏകാന്തത അനുഭവിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുട്ടിയെക്കുറിച്ച്, ചെറിയ കുട്ടിയാണ്, കുട്ടിയെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു മാതാവിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. ആസ്പത്രിയിൽ ഇരുന്നു കൊണ്ട് ഈ നിമിഷം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരാള് ഒറ്റയ്ക്ക് വള്ളം തുഴയുകയാണ്. കർത്താവ് അയാളുടെ വള്ളത്തിൽ കയറി അയാളെ തുഴയുവാനായിട്ട് സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയൊരു സാമ്പത്തിക കടക്കണിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇടപെട്ട് രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. അനേക വർഷങ്ങളായി ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. ശാന്തമായിട്ട് ഉറങ്ങുവാനുള്ളൊരു കൃപ ഒരു വ്യക്തിക്ക് കർത്താവ് നൽകുന്നതായിട്ട് കാണിക്കുന്നു. ഇടത് ചെവിക്ക് അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ അമ്മയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് നമുക്ക് ഈ ഗാനം ആലപിക്കാം. സന്തോഷത്തോടെ കർത്താവിനെ കണ്ടുകൊണ്ട് ആലപിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ദൈവം കൂടെയുണ്ട്. വീഴുന്നതു തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. ഓർക്കുക, കർത്താവിന്റെ കരങ്ങളിലാണ് നീ വീഴുന്നത്. അഗ്നിയിൽ വീണ് നശിക്കുവാൻ നിന്റെ ദൈവം പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു കർത്താവിന്റെ ഞാൻ. പക്കലേക്ക് ഉയർത്താം. കർത്താവേ, ഞാൻ ഒരിക്കലും ചോദിക്കുകയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അനുവദിക്കുന്നത്. അവിടുന്ന് സർവശക്തനാണ്. ഏറ്റവും വലിയ തിന്മ പോലും എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റുവാൻ സാധിക്കുന്ന അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സമാശ്വാസത്താൽ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ലോകമെമ്പാടും ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിലൂടെ കടന്നു പോകുന്ന മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. യേശുവേ, യേശുവേ, ദൈവപുത്ര, ഈ രാത്രിയിൽ കടന്നു വരണമേ. കരങ്ങൾ നീട്ടണമേ. കാറ്റിനെ ശാന്തമാക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യത്തിലും ഉത്കണ്ഠപ്പെടേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ഉത്കണ്ഠപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യത്തിൽ നമ്മൾ ഉത്കണ്ഠപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനെക്കുറിച്ചാണ്? എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്കൊരു ഉത്കണ്ഠയുണ്ടായിരിക്കണം. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്കൊരു വ്യഗ്രതയുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്റെ ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ നീ തീവ്രമായി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, സ്വന്തം ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, നിന്റെ രക്ഷ ഉറപ്പാക്കിയാൽ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ, നിന്റെ കുടുംബത്തിലുള്ളവരുടെ, നിന്റെ അയൽക്കാരുടെ, നിന്റെ സുഹൃത്തുക്കളുടെ, നിന്റെ ശത്രുക്കളുടെ പോലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ അവസാന ശ്വാസം പോലും ചെലവഴിച്ച മഹാനായ തീക്ഷ്ണമതിയായ ഒരു മിഷണറിയെ ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഹാർപ്പർ എന്നാണ്. ജോൺ ഹാർപ്പർ. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം 13-ാം വയസ്സിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ലോകത്തിൻ്റെ വഴിയിലൂടെ ലോകത്തിൻ്റെ സുഖങ്ങൾ അന്വേഷിച്ചു പോയില്ല. യേശുവിൻ്റെ വഴിയിൽ കൂടെ മാത്രം ഞാൻ നടക്കുമെന്ന് ഉറച്ച ഒരു തീരുമാനം ജോൺ ഹാർപ്പർ എടുത്തു. അത് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ അനുഭവിച്ച ഈ രക്ഷ, യേശുവാണ് രക്ഷകൻ എന്നുള്ള സത്യം തൻ്റെ ചുറ്റുമുള്ളവര്, തൻ്റെ അയൽക്കാര്, തൻ്റെ വീടിനടുത്തുള്ളവര്, തെരുവിലുള്ളവര് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രിയിലൊക്കെ ഈ തെരുവുകളിലൂടെ നടന്നുകൊണ്ട് കർത്താവാണ് രക്ഷകൻ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:31 അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുവാൻ തുടങ്ങി. അങ്ങനെ അനേകര് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിക്കുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ സുവിശേഷ പ്രസംഗം നടത്തുവാൻ.
ആ പ്രസംഗം നടത്തുവാനായിട്ട് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. 1912 ഏപ്രിൽ 14 അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. വളരെ പ്രസിദ്ധമായൊരു യാത്രയാണ്. കപ്പലിൻ്റെ പേര് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ പേര് ടൈറ്റാനിക് എന്നാണ്. എന്താണ് കപ്പലിൻ്റെ പേര്? ടൈറ്റാനിക്. ഏപ്രിൽ 14 യാത്ര പുറപ്പെടുന്നത്. വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ കപ്പലിൻ്റെ ഉടമകൾ കപ്പൽ കടലിലിറങ്ങുക. ആദ്യത്തെ യാത്രയാണ്. ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല. അത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള അത്യാഡംബര കപ്പലാണ്. പക്ഷേ മനുഷ്യൻ്റെ അമിതമായ ആത്മവിശ്വാസത്തെ തകർക്കുന്നവനാണ് ദൈവം. യാത്ര ചെയ്യുമ്പോൾ ഏപ്രിൽ 14 11:30 ഈ കപ്പൽ അപ്രതീക്ഷിതമായി വലിയ ഒരു ഐസ്ബർഗിൽ, ഒരു ഹിമക്കട്ടയിൽ ഇടിച്ചു. ഒരിക്കലും പിളരുകയില്ല, ഒരിക്കലും തകരുകയില്ല എന്ന് വിശ്വസിക്കപ്പെട്ട ഈ കപ്പൽ തകർന്നു. കപ്പലിലുള്ളവര് ജീവരക്ഷാർത്ഥം കടലിലേക്ക് എടുത്തു ചാടി. ഹാർപ്പറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു. 6 വയസ്സുള്ള പെൺകുഞ്ഞ് നാന എന്നാണ് ആ കുട്ടിയുടെ പേര്. ഹാർപ്പർ ഈ കുട്ടിയെയും കൊണ്ട് നീന്തി രക്ഷപ്പെടുത്തുവാനുള്ള ബോട്ട് അടുത്തുണ്ട്. ബോട്ടിൻ്റെ അടുത്ത് അദ്ദേഹം എത്തി. കുട്ടിയെ ബോട്ടിൽ കയറ്റി നിർത്തി. കുട്ടിക്ക് അവസാനമായൊരു ചുംബനം അപ്പൻ നൽകി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നമുക്കിനി സ്വർഗത്തിൽ വെച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതാണ്: എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ലക്ഷ്യമാക്കി ആത്മാവിന്റെ രക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവനാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും. പ്രൈസ് ദി ലോർഡ്. അല്ലെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിന് വേണമെങ്കിൽ മകളുടെ കൂടെ ആ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്. ഈ കപ്പലിൽ 2000-ഓളം യാത്രക്കാരുണ്ട്. അവരിൽ പലരും യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവരോട് അവസാന സമയവും യേശുവിനെ കുറിച്ച് പറയണം. പ്രിയപ്പെട്ടവർ, അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കപ്പൽ മുങ്ങിയപ്പോൾ രക്ഷപ്പെടുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്, കുട്ടികൾ ആദ്യം കയറട്ടെ ബോട്ടില്, അത് കഴിഞ്ഞ് സ്ത്രീകൾ കയറി രക്ഷപ്പെടട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവര് കപ്പലിൽ ഈ ബോട്ടിൽ കയറി രക്ഷപ്പെടട്ടെ. എന്തുകൊണ്ടാണ്? അവർ ഈ കടലിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവ് നഷ്ടപ്പെടും. അവർ നിത്യനാശത്തിലേക്ക് പോകും, അവർ നരകത്തിലേക്ക് പോകും. അതുണ്ടാകാതിരിക്കുവാൻ അവർ ബോട്ടിൽ കയറി രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ അവസാനത്തിന് മുമ്പ് യേശുവിനെ അറിയട്ടെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം. അങ്ങനെ ഈ കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് ഹാർപ്പർ നീന്തി ചെല്ലുകയാണ്. അദ്ദേഹം നീന്തി ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ കപ്പലിന്റെ തടിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ഹാർപ്പർ നീന്തി ചെന്നിട്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണോ? അവൻ പറഞ്ഞു, അല്ല, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ആ ചെറുപ്പക്കാരനോട് അദ്ദേഹം പറഞ്ഞു, ഈ ഹാർപ്പർ പറഞ്ഞു, നിനക്ക് എൻ്റെ ഈ ജാക്കറ്റ്, രക്ഷപ്പെടുവാൻ ധരിക്കുന്ന ജാക്കറ്റ് ഏറ്റവും അത്യാവശ്യമാണ്. നീ രക്ഷപ്പെടുവാൻ വേണ്ടി എൻ്റെ ജാക്കറ്റ് നീ ഉപയോഗിക്കുക. അദ്ദേഹം തൻ്റെ ജാക്കറ്റ് ഊരി ആ ചെറുപ്പക്കാരന് കൊടുത്തു. എന്നിട്ട് അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വീണ്ടും തൊട്ടടുത്തുള്ള യാത്രക്കാരുടെ അടുത്തേക്ക് അദ്ദേഹം പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞു. വീണ്ടും തിരിച്ചു വന്ന് ഈ ചെറുപ്പക്കാരനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകൾ തളർന്നു പോയി, നീന്തുവാൻ ഇനി സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാം, ഈ കടലിൽ ഭയങ്കരമായ തണുപ്പാണ്, എക്സ്ട്രീംലി കോൾഡ്. അങ്ങനെ ആ വളരെ തണുപ്പുള്ള ആ സമുദ്രത്തിൽ തളർന്ന് നീന്തി തളർന്നവനായ ഹാർപ്പർ ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. അനേക ദിവസങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ടവരുടെ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഈ ചെറുപ്പക്കാരൻ ഹാർപ്പർ തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവിതത്തിലെ രക്ഷയിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറഞ്ഞു, എൻ്റെ
ജീവിതം രക്ഷിച്ചത് ഹാർപ്പറാണ്. തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ കുറിച്ച് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. ഞാനിന്ന് ജീവിക്കുന്നുണ്ട് എങ്കിൽ, ഞാനിന്ന് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാനിന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് വേണ്ടി മരിച്ച ജോൺ ഹാർപ്പറിൻ്റെ ജീവത്യാഗം മൂലമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും യേശു ഏറ്റെടുക്കും. ശാലോമിൻ്റെ ആദ്യ നാളിലുണ്ടായ ഒരു അനുഭവം ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് അതുകൂടെ ഞാൻ പങ്കുവയ്ക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു യുവതി വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം വലിയൊരു തകർച്ചയിലാണ്. ഞങ്ങൾ പണ്ട് നല്ലൊരു ബിസിനസ് നടത്തിയിരുന്ന നല്ലൊരു സമ്പന്ന കുടുംബമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബം തകർന്നു. കാരണം എൻ്റെ ഭർത്താവ് യുവാവായ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ വളരെ സത്യസന്ധനാണ്, വഴിവിട്ടൊന്നും ചെയ്യുകയില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യണം, അഴിമതി ചെയ്യണമെന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ, അദ്ദേഹം അത് ചെയ്താത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ തടഞ്ഞു. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ ബിസിനസ് ഇല്ല, ഞങ്ങൾ വലിയ കെണിയിലാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തെ പഴി പറഞ്ഞു, നിരാശയുടെ വഴിയിലൂടെ പോയി, മറ്റുള്ള രീതിയിൽ അവർ നടന്നു. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ മറന്നുകൊണ്ട് തെറ്റായ വഴിയിൽ നടന്നു. വീണ്ടും ഈ സഹോദരി ശാലോമിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത ശുശ്രൂഷകൻ പറഞ്ഞു, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ ശപിച്ചുകൊണ്ട് തെറ്റായ വഴിക്ക് നിങ്ങൾ പോയതിനെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ കുമ്പസാരിക്കുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ദൈവത്തെ അവിശ്വസിച്ചിനെ ഓർത്തുകൊണ്ട്, ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, സത്യദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തെറ്റായ വിശ്വാസങ്ങളുടെ പിറകെ പോയതിനെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവും ഭാര്യയും കുമ്പസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ നിന്ന് പറഞ്ഞ ആ സന്ദേശം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ സഹോദരി ഒരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിൽ വെച്ച് അവരുടെ പഴയ കോളേജിലെ കൂട്ടുകാരിയെ കണ്ടെത്തി. ഈ കൂട്ടുകാരിയോട് ഇവരുടെ വിഷമതകൾ പറഞ്ഞു, ബിസിനസ് തകർന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാം. ആ സഹോദരി കേരളത്തിലെ അന്നത്തെ ചീഫ് മിനിസ്റ്ററുടെ ഭാര്യയായിരുന്നു. ചീഫ് മിനിസ്റ്ററോട് കാര്യങ്ങൾ പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഗവൺമെൻറ്റിൻ്റെ ആ കമ്പനിക്കുള്ള ഓർഡർ അത് നൽകുവാനായിട്ട് ചീഫ് മിനിസ്റ്റർ ഉത്തരവിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെടുകയും ആ കമ്പനി പഴയതുപോയതിനേക്കാൾ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് ദൈവം കൃപ നൽകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, ഒരു കാര്യം ഓർക്കുക, ദൈവം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉപരിയായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന ഒരു ദൈവമാണ്. സർവശക്തനായ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നമ്മളൊന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഈ രാത്രിയിൽ ഓർക്കുക, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പക്ഷേ ഉത്കണ്ഠപ്പെടേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ നടക്കുന്നത് കർത്താവിൻ്റെ വഴിയിലാണോ? കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവന് മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ സംരക്ഷണം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ വഴികൾ പിഴച്ചുപോയി. ധൂർത്തപുത്രനെ പോലെ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, അങ്ങയുടെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മാവിനെ കുറിച്ചുള്ളൊരു ഭാരം എനിക്കില്ലായിരുന്നു. കർത്താവേ, രാത്രിയിൽ എൻ്റെ ആത്മാവിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നൽകണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എൻ്റെ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോൺ ഹാർപ്പറെ പോലെ സ്വന്തം ആത്മാക്കളുടെ രക്ഷ മാത്രമല്ല, സ്വന്തം ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ ഓർക്കുവാൻ
മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇരുകരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്താം. ദൈവമേ, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിന്നാലെ ഞാൻ പോകുവാനൻ ആത്മാവിൽ തീരുമാനമെടുത്ത് ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുവാൻ യേശുവിന് സാധിക്കും. ഞാൻ യേശുവിന്റെ വഴിയിൽ കൂടെ മാത്രം നടക്കും. അല്പവും യേശുവിന്റെ പാടാം, പിന്നാലെ ഞാൻ ഉറക്കെ പാടാം. പോകുവാൻ തീരുമാനം ഉറക്കെ പ്രഖ്യാപിക്കാം. ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേൽക്കിൽ ഞാൻ അല്പം ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേൽക്കിൽ അല്പം. യേശുവേ, 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 യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord.